ഹായ് ഓൾ. നമ്മൾ ഓൾറെഡി നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലക്സ്, അതുപോലെ ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് സർക്യൂട്ട്സിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതുപോലെ ഫാരഡേയ്സ് ലോ, ലെൻസസ് ലോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളിത് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പം എന്താ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു ഫ്ലക്സ് കട്ട് ഉണ്ടാകുമ്പോൾ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, നമ്മുടെ ജനറേറ്റേഴ്സ്, നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിക് ആണ് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഓക്കെ, നോക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓർ ഇൻഡക്ഷൻ അല്ല, നമ്മൾ ഇൻഡക്ഷൻ കുക്കർ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓർ ഇൻഡക്ഷൻ is a process in which a conductor is put in a particular position and the magnetic field keeps varying, or a magnetic field is stationary and a conductor is moving. This produces a voltage or EMF across the electrical conductor. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻഡക്ഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ കണ്ടക്ടർ ഈസ് പുട്ട് ഇൻ എ പെർട്ടിക്കുലർ പൊസിഷൻ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കീപ് വേരിയിങ്. അതായത് ഒരു കണ്ടക്ടർ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ആ കണ്ടക്ടറുമായി ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നു. അതല്ലെങ്കിൽ ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സ്റ്റേഷനറി. മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി, നമ്മൾ ഈ കണ്ടക്ടർ എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കേസിലും എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ ഈ കണ്ടക്ടർ കട്ട് ചെയ്യും. ഒന്നുകിൽ കണ്ടക്ടർ മൂവ് ചെയ്യും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് വേരി ചെയ്യും അല്ലേ. അപ്പോൾ അതൊരു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവും. ദിസ് പ്രൊഡ്യൂസ് എ വോൾട്ടേജ് ഓർ ഇ എം എഫ് അക്രോസ് ദി ഇലക്ട്രിക്കൽ കണ്ടക്ടർ. അപ്പോൾ കണ്ടക്ടറിൻ്റെ അക്രോസ് ആയിട്ട് ഒരു ഇ എം എഫ് ഉണ്ടാവും, ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഇ എം എഫിനെ നമ്മൾ എന്ത് പറയും? ആൻഡ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് അല്ലേ. ദാറ്റ് ഈസ് വൈ ദ നെയിം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നോക്കാം. The process by which an EMF is induced in a conductor whenever there is a change in magnetic flux linked with the conductor is called electromagnetic induction. Okay, the process by which an EMF is induced in a conductor when there is a change in magnetic flux linked with the conductor is called electromagnetic induction. അതായത് നമ്മളൊരു കണ്ടക്ടർ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കണ്ടക്ടർ മാഗ്നറ്റിക് ലൈൻസിൻ്റെ ഇടയിലൂടെ മൂവ് ചെയ്യിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിലൊരു കട്ട് ഉണ്ടാവും, ഫ്ലക്സ് ലൈൻസിന് കട്ട് ഉണ്ടാവും. അപ്പം അതായത് ആ കണ്ടക്ടറുമായി ലിങ്ക് ചെയ്തിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും, അല്ല മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് ജനറലായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ചിട്ട് സയൻറ്റിഫിക്കലി ആദ്യമായിട്ട് പഠിച്ചത് മൈക്കൽ ഫാരഡേ ആണ് അല്ലേ. മൈക്കൽ ഫാരഡേ ആണ് ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി നടത്തിയത്. അതായത് ഈ മാഗ്നറ്റിക് ഫ്ലക്സും ഇലക്ട്രിസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് മൈക്കൽ ഫാരഡേ ആണ്. അപ്പോൾ നോക്കാം. Electromagnetic induction was first discovered back in the 1830s by Michael Faraday. മൈക്കൽ ഫാരഡേ ആണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഫാരഡേ നോട്ടീസ്ഡ് ദാറ്റ് when he moved a permanent magnet in and out of a coil. അതായത് ഒരു കോയിലിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് മൂവ് ചെയ്തു അല്ലേ. in and out of a coil or a single loop of wire, it induced an electromotive force or EMF അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഒരു കോയിലിൻ്റെ അടിയിലേക്ക് മൂവ് ചെയ്തപ്പോൾ എന്തുണ്ടായി? ആ കോയിൽസിൻ്റെ എഡ്ജിൽ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടായി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആൻഡ് ദെർഫോർ എ കറണ്ട് വാസ് പ്രൊഡ്യൂസ്ഡ്, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായി. So what Michael Faraday discovered was a way of producing an electric current in a circuit. അപ്പോൾ എന്ത് മനസ്സിലായി? എങ്ങനെ ഒരു സർക്യൂട്ടിൽ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയ
കിട്ടി. ബൈ യൂസിങ് ഓൺലി ദ ഫോഴ്സ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്, നോട്ട് ബാറ്ററീസ് ഒന്നും ഇല്ലാതെ എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് മാത്രം കൊണ്ട് എങ്ങനെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കാം എന്നുള്ളൊരു ഐഡിയ കിട്ടി. ദിസ് then lead to very important law linking electricity with magnetism, that is Faraday's law of electromagnetic induction. അപ്പോൾ അതാണ് Faraday's law of electromagnetic induction എന്ന് പറയുന്നത്. നോക്കാം, ഇതാണ് നമ്മുടെ ഇപ്പം പറഞ്ഞൊരു കേസ്. അപ്പോൾ ഫാരഡേ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. ഇതെന്താണ്, ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു വയർ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചെമ്പ് അല്ലെങ്കിൽ കോപ്പറിൻ്റെ ഒരു വയറാണ്, ഒരു കോയിൽ പോലുള്ള സ്ട്രക്ചറാണ്. അപ്പം ഫാരഡേ എന്ത് ചെയ്തു, ഇതുപോലൊരു പെർമനൻറ്റ് മാഗ്നറ്റിന് നോർത്ത് പോൾ ഉണ്ടാവും, സൗത്ത് പോൾ ഉണ്ടാവും, ഇതിലുണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. ഇങ്ങനെ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് എന്ത് ചെയ്തു, ഈ ഒരു കോയിലിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്തു അല്ലേ. അപ്പോൾ മൂവ് ചെയ്യുമ്പം ഈ ഗാൽവനോമീറ്റർ, അപ്പോൾ ഇതിൻ്റെ അക്രോസ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഗാൽവനോമീറ്ററാണ്. ഇപ്പോൾ ഗാൽവനോമീറ്റർ റീഡ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഓക്കെ, അതായത് നമ്മൾ ഈ മാഗ്നറ്റിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും മാഗ്നറ്റിന് ചുറ്റും അല്ലേ. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കോയിലിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്തുണ്ടായി, ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി കോയിൽ. അപ്പോൾ ഇനീഷ്യലി കോയിലുമായി ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് 0 ആണ് അല്ലേ. ഇനി ഈ ഒരു മാഗ്നറ്റ് ഇതിലേക്ക് മൂവ് ചെയ്യുമ്പം നമ്മളൊരു പെർട്ടിക്കുലർ വാല്യൂ 1 ആയി. അതായത് 0 5 ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ, ഈ കോയിലുമായി ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്തു. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഫ്ലക്സ് കട്ട് ഉണ്ടായി, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടായി ഏത് കോയിലിൽ. അപ്പോൾ അതുകൊണ്ട് കോയിലിൽ എന്തുണ്ടാവും, ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി അല്ലേ. അപ്പോൾ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബൈ എ മൂവിങ് മാഗ്നറ്റ്. അപ്പോൾ ഇതിനാണ് ദ പ്രോസസ് ഓഫ് an EMF is induced in a conductor whenever there is a change in flux associated with or linked with the conductor is called electromagnetic induction. Okay, നോക്കാം, മൈക്കൽ ഫാരഡേസ് ഫേമസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്ത് മൈക്കൽ ഫാരഡേ എന്ത് ചെയ്തു, 2 ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നത് that a voltage is induced in a circuit എപ്പോഴാണ്, whenever relative motion exists between a conductor and magnetic field, and that the magnitude of this voltage is proportional to the rate of change of flux. അപ്പോൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പറയുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് പറയുന്നത് എങ്ങനെയാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത്, പിന്നെ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും, എങ്ങനെയായിരിക്കും. ഈ 2 കാര്യങ്ങളാണ് മൈക്കൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നും ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നും പറഞ്ഞിട്ട് സ്റ്റഡി ചെയ്യാം. ഓക്കെ, ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ലോ പറയുന്നത് എപ്പോഴാണ് ഇങ്ങനെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത് എന്നാണ് ഫസ്റ്റ് ലോ പറയുന്നത്. നോക്കാം, ഇവിടെ നമ്മൾ ഇറ്റാലിക്സ് ആയിട്ട് കൊടുത്ത് നോക്കാം. whenever the magnetic flux linked with a circuit changes an EMF is induced in it. whenever the magnetic flux linked with a circuit changes. അപ്പോൾ ശ്രദ്ധിക്കുക, 2 രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഒന്നിക്കൽ ഈ പെർമനൻറ്റ് മാഗ്നറ്റ് ഈ കോയിലിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പം കോയിലിൽ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും, അപ്പോൾ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. നേരെ മറിച്ച് പെർമനൻറ്റ് മാഗ്നറ്റ് ഇവിടെ വെച്ചിട്ട് കോയിൽ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്താലും എന്തുണ്ടാവും, സിമിലർലി നമുക്ക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ചസ് ആൻഡ് ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി കണ്ടക്ടർ അല്ലേ. അപ്പോൾ ഈ 2 രീതിയിൽ നമുക്ക് എന്തുണ്ടാവും, ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അപ്പോൾ അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ മൂവ് ചെയ്യണമെന്നില്ല, കണ്ടക്ടർ തന്നെ മൂവ് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒന്ന്, ദർ ഷുഡ് ബി എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കണ്ടക്ടർ. തമ്മിലൊരു റിലേറ്റീവ് മോഷൻ ഉണ്ടായാൽ മതി, എന്നാൽ നമുക്ക് ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും.
Okay, there should be a relative motion between the conductor and magnet. നോക്കാം, whenever the conductor is placed in a varying magnetic field. അപ്പോൾ ഇത് വേറൊരു രീതിയിലുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇതൊരു കണ്ടക്ടറാണ് അല്ലേ. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിലൊരു മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോ മാഗ്നറ്റാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് വിചാരിക്കും. ഇലക്ട്രോ മാഗ്നറ്റാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിൽ നമ്മുടെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്തുണ്ടാവും, ഈ ഇതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും അല്ലേ. അപ്പോഴും എന്തുണ്ടാവും, ഇതിലൊരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും അല്ലേ. അതായത് റിലേറ്റീവ് മോഷൻ വേണമെന്നില്ല, ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിലൊരു ചേഞ്ച് ഉണ്ടായാലാണ് ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്യുന്നത്. നോക്കാം, mentioned here a few ways to change the magnetic field intensity in a closed loop. Whenever the conductor placed in a varying magnetic field, an electromotive force is induced. If the conductor is closed, a current is induced, which is called induced current. അപ്പോൾ അത് പറയുന്നത് നമ്മളെപ്പോഴും പറഞ്ഞു എന്താണ്, ഇപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ ഈ മാഗ്നറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായിട്ട് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു സർക്യൂട്ട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണെങ്കിൽ ഇവിടെ ഒരു EMF ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി ഇതുവഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മെൻഷൻഡ് ഹിയർ ആർ എ ഫ്യൂ വേസ് ടു ചേഞ്ച് ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മാറ്റാൻ പറ്റുക എന്നാണ് പറയുന്നത്. ഒന്ന്, ബൈ റൊട്ടേറ്റിംഗ് ദി കോയിൽ റിലേറ്റീവ് ടു ദി മാഗ്നറ്റ്. ഒന്നിക്കൽ നമ്മുടെ കോയിൽ മാഗ്നറ്റിനെ വിത്ത് റെസ്പെക്ട് ടു മാഗ്നറ്റ് കോയിൽ റൊട്ടേറ്റ് ചെയ്യുക. ബൈ മൂവിങ് ദ കോയിൽ ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒന്നിക്കൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കണ്ടക്ടറിനെ റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കണ്ടക്ടറിനെ അല്ലെങ്കിൽ മാഗ്നറ്റിനെ കണ്ടക്ടറിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും മൂവ് ചെയ്യുക, അതായത് ടു ആൻഡ് ഫ്രോ മോഷൻ. ബൈ ചേഞ്ചിങ് ദി ഏരിയ ഓഫ് കോയിൽ പ്ലേസ്ഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ്. അതുപോലെ ആ മാഗ്നറ്റിക് ഫീൽഡിലുള്ള അതിൻ്റെ ഏരിയ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോയിലാണെങ്കിൽ അതിൻ്റെ സൈസ് കുറക്കുകയും കൂട്ടുകയും ചെയ്യുമ്പോഴും അവിടെ ഒരു ലിങ്ക് ചെയ്ത ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. ബൈ മൂവിങ് ദി മാഗ്നറ്റ് ടുവാർഡ്സ് ഓർ എവേ ഫ്രം ദി കോയിൽ. അപ്പം ഈ ഏത് രീതിയിലുള്ള ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടായാലും അല്ലെങ്കിൽ ഏത് രീതിയിലായാലും ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടായാൽ അതിലൊരു ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇത് ബൈജൂസ് ആപ്പിൻ്റെ ഒരു വേവ് ഫോമാണ്. ഇപ്പോൾ ഇവിടെ എന്താണ്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ ഇതുവഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. നോക്കാം, ഫാരഡേയ്സ് ഫസ്റ്റ് ലോ നമ്മൾ പറഞ്ഞു എന്താണ്, വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എ ലിങ്ക്ഡ് വിത്ത് എ കണ്ടക്ടർ ഒക്കേഴ്സ് ദർ ഷുഡ് ബി ആൻ ഇൻഡ്യൂസ്ഡ് EMF അല്ലേ. അപ്പോൾ ഇനി സെക്കൻഡ് ലോ എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇത് എഴുതാം. ഫസ്റ്റ് പറയുക എന്താണ് ഫസ്റ്റ് ലോ എന്ന് പറയുക. ദെൻ വെനെവർ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി സർക്യൂട്ട് ചേഞ്ചസ് ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ. ഇനി സെക്കൻഡ് ലോ പറയുന്നത് എത്രത്തോളം ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡാണ് സെക്കൻഡ് ലോയിൽ പറയുന്നത്. ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ ഈസ് ഈക്വൽ ടു ദി ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് അല്ലേ. അതായത് ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സിൽ എത്ര ചേഞ്ച് ഉണ്ടാവും അത്രയും ആയിരിക്കും അതിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF. ദറ്റ് ഈസ് E is equal to N d∅dt. E എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് 2, നമ്പർ ഓഫ് ടേൺസ് 4. അപ്പോൾ ഈ രണ്ടിലായി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് എവിടെയാണോ കൂടുതലുള്ളത് അതിലായിരിക്കും കൂടുതൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുക. ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ്. അപ്പം d∅dt എന്താണ്, ഫൈ ഫ്ലക്സ് ആണ്. അപ്പം d∅ ചേഞ്ച് ഇൻ ഫ്ലക്സ് ബൈ dt ചേഞ്ച് ഇൻ ടൈം. അതായത് ഫ്ലക്സ് ഇനീഷ്യലി φ1 ആയിരുന്നു, അത് φ2ലേക്ക് ചേഞ്ച് ചെയ്തു. ഇനീഷ്യലി ടൈം 0 ആയിരുന്നു, അത് t ടൈമിലേക്ക് ചേഞ്ച് ചെയ്തു. അതായത് ഒരു ടൈമിലുണ്ടാകുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സ്, അതിനാണ് d∅dt എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ നമ്പർ ഓഫ് ഫ്ലക്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ് വോൾട്ടേജ് ഈസ് ഓൾസോ ഹയർ. ഓക്കെ, ഇനി നോർമലി നമ്മൾ എഴുതുമ്പം E = -N
d∅/dt എന്നാണ് ഉണ്ടാവില്ല. അപ്പോൾ മൈനസ് വരുന്നത് നെഗറ്റീവ് സൈൻ ലെൻസസ് ലോ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് കൊടുത്തു ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഹാവ് ദി ഓപ്പോസിറ്റ് സൈൻ. അതായത് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMFും ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അത് രണ്ടും തമ്മിൽ ഓപ്പോസിറ്റ് സൈനിലാണെന്നാണ് പറയുന്നത്. അത് ലെൻസസ് ലോ നമ്മളിപ്പം പറയും. നെക്സ്റ്റ് അപ്പം ഫാരഡേസ് ഫസ്റ്റ് ലോ, ഫാരഡേസ് സെക്കൻഡ് ലോ, നെക്സ്റ്റ് ലെൻസസ് ലോ. അപ്പോൾ ലെൻസസ് ലോ ഞാൻ ഓൾറെഡി പറഞ്ഞു, E - n d∅/dt. ഇതാണ് ലെൻസസ് ലോ. അതായത് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ അതെങ്ങനെയായിരിക്കും എന്ന് പറയാനാണ് ലെൻസസ് ലോ യൂസ് ചെയ്യുന്നത്. Lenses law gives the direction of induced current in a conductor or coil. Lenses law gives the direction of induced current in a conductor or coil. അല്ലേ, ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന കറണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ തരുന്നതാണ് ലെൻസസ് ലോ. ലെൻസസ് ലോ സ്റ്റേറ്റ് ദാറ്റ് the electromagnetically induced current always flows in a direction so as to oppose the cause produce it. But lenses say that electromagnetically induced current always flows in a direction so as to oppose the cause produce it. ആ കറണ്ട് ഉണ്ടാവാനുള്ള റീസൺ കാരണം എന്താണോ അതിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എപ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്ക് കമ്പൈനിങ് ലെൻസസ് ലോ ആൻഡ് ഫാരഡേസ് ലോ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, E - n d∅/dt. ദാറ്റ് ഈസ് ആ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് നമ്മൾ അതുണ്ടാവാനുള്ള കോസിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നോക്കുക, ലെൻസസ് ലോ ചെയ്താൽ ഇലക്ട്രോമാഗ്നറ്റിക്കലി ഇൻഡ്യൂസ്ഡ് കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഇൻ എ ഡയറക്ഷൻ സോ ആസ് ടു ഓപ്പോസ് ദി കോസ് പ്രൊഡ്യൂസ് ഇറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് E - n d∅/dt എന്ന് വരുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMFന് ഞാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പറഞ്ഞു. ഒന്നിക്കൽ നമ്മുടെ കണ്ടക്ടർ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഏത് രീതിയിലാണ് നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നതിനെ ബേസ് ചെയ്തിട്ട് മെയിനായിട്ട് നമുക്ക് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF അതുപോലെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇൻഡ്യൂസ്ഡ് EMFനെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്നും സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്നും ക്ലാസിഫൈ ചെയ്യാം. ഇനി വീണ്ടും നമ്മൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFനെ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്നും മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതെന്താണ് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സെയിം തന്നെ അത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, ഡൈനാമിക്കലി ഉണ്ട്. സ്റ്റാറ്റിക്കലിയിൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഉണ്ട്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ പഠിച്ചാണ്, മ്യൂച്വൽ ഇൻഡക്ഷനൊക്കെ പഠിച്ചാണ് അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു കോയിലാണ് അല്ലേ, ഇതൊരു കോയിലാണ്. അപ്പോൾ ഈ ഒരു കോയിലിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് ചേഞ്ച് കൊണ്ട് ഇതിൽ തന്നെ ഉണ്ടാവുന്ന ഒരു ഇൻഡ്യൂസ്ഡ് EMF ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഇനി മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് കൂടി പറയാം. മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ബാറ്ററിയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു കോയിലിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ച് കൊണ്ട് ഈ ഫ്ലക്സ് നമ്മുടെ അടുത്ത കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോയിലിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ച് അല്ലെങ്കിൽ കറണ്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച്, കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് രണ്ടും പറയാം. ഫ്ലക്സ് ചേഞ്ച് കൊണ്ട് അടുത്തൊരു കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയാണെങ്കിൽ അതിനെന്ത് പറയും, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. ഓക്കെ, അപ്പോൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് മീൻസ് ഇതിൽ തന്നെ ഒരു ഫ്ലക്സ് ചേഞ്ച് കൊണ്ട് ഇതിൽ തന്നെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത്. നോക്കാം നമുക്ക്. സെൽഫ് ഇൻഡക്ഷൻ ഈസ് ദാറ്റ് ഫിനോമിനോൺ whereby a change in current in a conductor induces an EMF in the conductor itself. Induction is the phenomenon whereby change in the current in a conductor induces an EMF in the conductor itself. അതായത് ഒരു കണ്ടക്ടറിൽ ഫ്ലക്സ് ചേഞ്ച് കൊണ്ട് അതേ കണ്ടക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്ന EMFനെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെൻ എ കണ്ടക്ടർ ഈസ് given current
flux will be produced. And if the current is changed, the flux is also changes. Also, as per the Faraday's law, when there is a change of flux, an EMF will be induced. This is called self-induction. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സർക്യൂട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നമുക്കിവിടെ എന്തുണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ റിയോസ്റ്റാറ്റൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ സപ്ലൈ, നമ്മൾ ഈ റിയോസ്റ്റാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ കോയിൽ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് വേരി ചെയ്യും അല്ലേ. ഓട്ടോമാറ്റിക്കലി റെസിസ്റ്റൻസ് കൂടുമ്പം കറണ്ട് കുറയും, റെസിസ്റ്റൻസ് കുറയുമ്പം കറണ്ട് കൂടും. അപ്പം അങ്ങനെ ഈ ഒരു കോയിലുള്ള കറണ്ട് ഫ്ലോ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഫ്ലക്സ് ചേഞ്ച് ആവും. അപ്പോൾ ഫ്ലക്സ് ചേഞ്ച് ആകുമ്പം ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കണ്ടക്ടേഴ്സിൽ ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫും ചേഞ്ച് ആവും. അതായത് ഒരേ കണ്ടക്ടറിൽ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുമ്പം അതേ കണ്ടക്ടറിൽ തന്നെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, അതിനാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. The induced EMF will be always opposite in direction to the applied EMF. നമ്മൾ അപ്ലൈഡ് ഇ എം എഫിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും എന്തുണ്ടാകുന്നത്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകുന്നത്. The opposing EMF thus produced is called the counter EMF of self-induction. അപ്പോൾ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇ എം എഫ് പ്ലസ് മൈനസ് ആണെങ്കിൽ ഇതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇ എം എഫിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ്. അങ്ങനെ അതായത് ഒരു കണ്ടക്ടറിൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അതേ കണ്ടക്ടറിൽ ഇ എം എഫ് ഉണ്ടാകുന്ന ഇ എം എഫിനെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താണ്? ഇറ്റ് ഈസ് ദി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ produced by one circuit in the nearby second circuits due to the variable flux of the first circuit cutting the conductor of the second circuit. അതായത് എന്താണ്, നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ആ ഫ്ലക്സ് ലിങ്ക് ചെയ്തിട്ടായിരിക്കും സെക്കൻഡ് കണ്ടക്ടർ ഉണ്ടാവുക. അപ്പം ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുന്നതുകൊണ്ട് സെക്കൻഡ് കണ്ടക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. അതാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. That means when two coils or circuits are kept near to each other, and if the current is given to one circuit and it is changed, ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ കൊടുത്ത കറണ്ട് ചേഞ്ച് ചെയ്തു, the flux produced due to that current which is linking both the coils or circuits cuts both the coils and EMF will be produced in both the circuits. The production of EMF in second coil is due to the variation of current in the first coil is known as mutual induction. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, ഇവിടെ നമ്മൾ റിയോസ്റ്റാറ്റ് വേരി ചെയ്തു. അപ്പോൾ ഇതുവഴിയുള്ള കറണ്ട് വേരി ചെയ്യും, ഇവിടെയുള്ള ഫ്ലക്സ് വേരി ചെയ്യും അല്ലേ. അപ്പോൾ ഫ്ലക്സ് വേരി ചെയ്യുമ്പം നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൽ തന്നെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദിസ് പൊളാരിറ്റി. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാകുന്ന ഇ എം എഫ് ആണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിലെ ഫ്ലക്സ് ചേഞ്ച് കൊണ്ട് അടുത്തൊരു സർക്യൂട്ടുമായിട്ട് ആ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഇ എം എഫ് ആണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലേ. അപ്പോൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫും മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫും എന്താണെന്ന് മനസ്സിലായി. അതായത് ഒരു സർക്യൂട്ടിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അടുത്തൊരു സർക്യൂട്ടിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നതിനാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൽ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. എന്തൊക്കെയാണ്? സെൽഫ് ഇൻഡ്യൂസ്ഡും മ്യൂച്വലി ഇൻഡ്യൂസ്ഡും ഇ എം എഫും. അപ്പോൾ ഇനി നമുക്ക് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മീൻസ് an EMF is induced in a conductor അപ്പോൾ when the conductor moves across the magnetic field. നമ്മൾ സാധാരണ ജനറേറ്ററിലൊക്കെ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ ഈ കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്യും, ജനറേറ്ററിൽ കണ്ടക്ടർ ഏതെങ്കിലും പ്രൈം മൂവേഴ്സ് വെച്ചിട്ട്, ഇപ്പം നമ്മളെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിലാണെങ്കിൽ ടർബൈൻ അല്ലെ, വെള്ളത്തിൻ്റെ പവറിൽ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടർബൈൻ്റെ ഷാഫ്റ്റ് നമ്മൾ ഈ ജനറേറ്ററിൻ്റെ കണ്ടക്ടറിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ആക്ച്വലി ഈ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഈ കണ്ടക്ടർ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ കണ്ടക്ടറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് കട്ട് ചെയ്യും അല്ലെങ്കിൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും അല്ലേ.
അപ്പോൾ ഈ കണ്ടക്ടറിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് ബേസിക് ജനറേറ്റർ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നോക്കാം. Figure show when a conductor A with length L moves across B Weber per meter square flux density with V velocity. Then the dynamically induced EMF is induced in the conductor. This induced EMF is utilized in the generator. The quantity of the EMF can be also be using the equation EMF is equal to BLV sin theta. അപ്പോൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ കണ്ടക്ടർ എ ബി സി ഡി 3 പൊസിഷൻ കാണുന്നില്ലേ. ഇപ്പോൾ ഇവിടെയാണ് കണ്ടക്ടർ ഉള്ളത്. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തി, അതുപോലെ ഇവിടെ എത്തി. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കണ്ടക്ടർ ചേഞ്ചസ് ആൻഡ് an EMF is induced in the conductor. അപ്പോൾ അതിൻ്റെ പൊളാരിറ്റി അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് പറഞ്ഞിരിക്കുന്നത്. E is equal to BLV sin theta. B എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റിയാണ്, L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, V മീൻസ് വെലോസിറ്റി ഓഫ് ദി മൂവ്മെൻറ്റ്, sin theta മീൻസ് the angular distance between the conductor and direction of flux. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൽ പറയാനുള്ളത്. ഇനി നമുക്ക് 2 പോയിൻറ്റ്, ഫ്ലമ്മിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഫ്ലമ്മിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്ലമ്മിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഫോർ ജനറേറ്റേഴ്സ്. അപ്പോൾ ഫ്ലമ്മിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾസ് എന്ന് പറയുന്നത് നമുക്ക് if we know the direction of current, direction of magnetic field, then the direction of induced EMF can be calculated. അതാണ് ഫ്ലമ്മിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിൽ പറയുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഫോർ ജനറേറ്റർ. ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നേരെ തിരിച്ച് ഫോർ മോട്ടോർ അപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലമ്മിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നോക്കാം. അപ്പോൾ ഇതിലുള്ള തിയറിയൊക്കെ അവിടെ വെക്കട്ടെ, നമുക്ക് ജസ്റ്റ് ഫിഗർ നോക്കാം. റൈറ്റ് ഹാൻഡ്, നമ്മുടെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ 4 ഫിംഗറും മിഡിൽ ഫിംഗറും തമ്പും, 4 ഫിംഗർ മിഡിൽ ഫിംഗർ തമ്പ്, ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ, അതായത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് പിടിക്കുകയാണെങ്കിൽ എന്താണ്, if the 4 finger represent the direction of magnetic field, ഇതാണ്ട magnetic field, and if the middle finger represent the direction of current, ഇതാണ് നമ്മളെ കറണ്ട് കാണിച്ചിരിക്കുന്നത്, കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലേ. then the thumb will represent the direction of force, തമ്പാണ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഉണ്ടാക്കുന്നത്. ഫ്ലമ്മിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നോക്കാം നമുക്കത്. ഫ്ലമ്മിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഷോസ് ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് വെൻ എ കണ്ടക്ടർ അറ്റാച്ച്ഡ് ടു എ സർക്യൂട്ട് moves in a magnetic field. It can be used to determine the direction of current in a generator winding. അപ്പോൾ ജനറേറ്റർ വൈൻഡിങ്ങിൽ നമുക്ക് ഇപ്പോൾ ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. അപ്പോൾ ജനറേറ്ററിൻ്റെ കേസിൽ നമുക്ക് ഫോഴ്സ് അറിയാം, നമ്മളാണ് ഫോഴ്സ് കൊടുത്ത് കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം. ഇനി മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഏത് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാവുക എന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറയും. അപ്പോൾ നോക്കാം. ദ റൈറ്റ് ഹാൻഡ് ഈസ് ഹെൽഡ് വിത്ത് തമ്പ്, ഇൻഡെക്സ് ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് മൂന്നും റൈറ്റ് ആംഗിളിലായിട്ട് പിടിക്കുകയാണെങ്കിൽ the thumb is pointed in the direction of motion of the conductor. Thumb എന്ന് പറയുന്നത് direction of motion of the conductor. The first finger is pointed in the direction of magnetic field. North to south magnetic field direction ആയിരിക്കും 4 finger അല്ലെങ്കിൽ first finger. Then the second finger represents the direction of induced or generated current within the conductor. From plus to minus the terminal with the lower electric potential to the terminal with the higher electric potential. അല്ലേ, അപ്പോൾ ഒന്നും പറയുന്നില്ല, സിമ്പിളായിട്ട് 3 എന്താണ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ്, 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ തമ്പ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്, ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ആണ് മിഡിൽ 4 ഫിംഗർ, ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ് മിഡിൽ ഫിംഗർ. അപ്പോൾ ഇതാണ് ഫ്ലമ്മിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, റൈറ്റ് ജനറേറ്റർ എന്ന് ഓർത്ത് വെക്കുക. ഇനി ഫ്ലമ്മിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെങ്കിൽ സെയിം തന്നെ, എന്താണ്, ഒരു വ്യത്യാസമേ വരൂ. എന്താ വ്യത്യാസം? റൈറ്റ് ഹാൻഡിന് പകരം ലെഫ്റ്റ് ഹാൻഡാണ്. നമ്മുടെ 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ്, മിഡിൽ ഫിംഗർ ഡയറക്ഷൻ ഓഫ് കറണ്ട് തന്നെയാണ്. ബട്ട് തമ്പ് റെപ്രസെൻറ്റ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അതാണ് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും തമ്മിലുള്ള വ്യത്യാസം. നോക്കാം.
When the current carrying conductor comes under the magnetic field, there will be naturally be a force acting on the conductor. അപ്പം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നമുക്ക് ഫോഴ്സ് അറിയില്ല, നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷനും അറിയാം, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അറിയാം അല്ലേ. ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് സിമ്പിൾ ആൻഡ് ആക്യുറേറ്റ് വേ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് പെർ മോഷൻ ഓഫ് ദി കണ്ടക്ടർ ഇൻ എ ഇലക്ട്രിക് മോട്ടോർ when the magnetic field direction and the current directions are known. അത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും കറണ്ടിൻ്റെ ഡയറക്ഷനും നമുക്ക് അറിയെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഡയറക്ഷൻ ഓഫ് മോഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മളിത് മെയിൻലി യൂസ്ഡ് ഫോർ ഇലക്ട്രിക് മോട്ടോർ. അപ്പോൾ ഇലക്ട്രിക് മോട്ടോറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കറണ്ടും ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുക്കും, അപ്പോൾ ഓട്ടോമാറ്റിക്കലി മോട്ടറിൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ തമ്പ് ഈസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡയറക്ഷൻ ഓഫ് ത്രസ്റ്റ് ഓൺ ദ കണ്ടക്ടർ. ഇൻഡെക്സ് ഫിംഗർ ഈസ് ഓൾസോ നോൺ ആസ് forefinger that represent the direction of the magnetic field. Middle finger, also known as the center finger, is represent the direction of current. അപ്പോൾ ഇതാണ് ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേയ്സ് ലോ, ഫാരഡേയ്സ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ലെൻസസ് ലോ, അതുപോലെ ഇൻഡ്യൂസ്ഡ് EMF, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ്, സെൽഫ് ഇൻഡ്യൂസ്ഡ്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF, അതിലെ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫ്ലമിങ്സ് റൂൾ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റിപ്പീറ്റഡായി കേട്ട് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഒക്കെ എക്സ്പ്രഷനൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.